ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ്. പാൻറ്റിൻ്റെ രണ്ട് സൈഡിലും സ്റ്റിച്ചിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാൻറ്റ് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. കൂടെ നമ്മൾ പോക്കറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 മീറ്ററിൻ്റെ സാറ്റിൻ മെറ്റീരിയലാണ്. വീതി വരുന്നത് 43.5-44 ഇഞ്ചാണ്. എനിക്ക് വേണ്ട ലെങ്ത്ത് 40 ഇഞ്ചാണ്. അപ്പോൾ മേലെ ഇലാസ്റ്റിക്കിന് വേണ്ടി 2 ഇഞ്ചും താഴ്ഭാഗത്ത് ഒരു 2 ഇഞ്ചും നമ്മൾ തയ്യൽ തുമ്പ് എടുക്കണം. അപ്പോൾ ടോട്ടൽ 44 ഇഞ്ച്. അപ്പോൾ ഇങ്ങനെ വീതിക്ക് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 മീറ്റർ ക്ലോത്ത് നമുക്ക് വേണ്ടി വരില്ല. ബാക്കി വരുന്നതിൽ നിന്നാണ് നമ്മൾ പോക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാൻറ്റിന് ആവശ്യമുള്ള വീതി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് തുണിയെ 4 ആക്കി മടക്കിയിട്ട് കൊടുക്കാം. ഇവിടെ അരവണ്ണം വരുന്നത് 42 ഇഞ്ചാണ്. അതായത് പാൻറ്റ് ഇടുന്ന ഭാഗത്തെ ചുറ്റളവാണ് എടുക്കേണ്ടത്. എന്നിട്ട് 42ൻ്റെ കൂടെ നമുക്ക് 10 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 52 ഡിവൈഡഡ് ബൈ 4. നമ്മൾ 4 മടക്കിലാണല്ലോ ഇടുന്നത്. അപ്പോൾ 52 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 13 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ 10 ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ലൂസും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ലൂസ് കൊടുക്കേണ്ടതില്ല. ഇനി ഈ 13ൻ്റെ കൂടെ ക്രോച്ച് ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു 3 ഇഞ്ചും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 16 ഇഞ്ചാണ്. ഈ 16 ഇഞ്ചിൻ്റെ 4 മടക്കാക്കി നമുക്ക് തുണി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 16 ഇഞ്ചിൻ്റെ 4 മടക്കാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി മടക്ക് വശത്തായിട്ട്, അതായത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മേലേന്ന് തുടങ്ങി താഴ്ഭാഗം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് വിട്ട് കൊടുക്കുന്നത്. ഇനി മേൽഭാഗത്തായിട്ട് അരവണ്ണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 13 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴേക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ലൈൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മേലെ കൊടുത്ത 13 ഇഞ്ച് ഉണ്ടല്ലോ, അതും നമ്മൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഈ ലൈൻ ഉണ്ടല്ലോ അതിലും 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നിന്നും താഴേക്ക് 15 ഇഞ്ച് ക്രോച്ച് ലെങ്ത്ത് നമുക്ക് കൊടുക്കാം. നമുക്ക് അരവണ്ണം കിട്ടിയിരിക്കുന്നത് 13 ആണല്ലോ, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ട് 15. ആ 15 നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി മേലെ മാർക്ക് ചെയ്ത 13 തന്നെ ഈ ഭാഗത്തും ഇല്ലേന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലാസ്റ്റിക്കിൻ്റെ ആ ലൈനിൽ നിന്നാണ് താഴേക്ക് നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. തടിയുള്ളവർക്ക് 3 ഇഞ്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇവിടെ ആ 3 ഇഞ്ചിലേക്ക് ഒരു ഷേപ്പ് കൊടുക്കാം. ഇവിടെ നമ്മൾ അധികം കുഴിച്ച് മാർക്ക് ചെയ്യൊന്നും വേണ്ട. സാധാരണ ഒരു മാർക്കിംഗ് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് പാൻറ്റിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഈ ഭാഗത്തെ ടോട്ടൽ മെഷർമെൻറ്റ് നോക്കേണ്ടതുണ്ട്. നമ്മൾ ആ ലൈൻ കൊടുത്തില്ലേ, ആ ലൈൻ വരെയുള്ളതാണ് എടുക്കേണ്ടത്. ഇനി ഈ ലൈനിൻ്റെ ടോട്ടൽ നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ചിൽ നമുക്ക് മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിംഗ് തന്നെ താഴേക്ക് നമുക്ക് നീട്ടി കൊടുക്കാം. അതായത് താഴ്ഭാഗത്തും 8 ഇഞ്ച് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തെ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ കൊടുക്കുന്നത് 8 ഇഞ്ചാണ്.
നമ്മൾ നേരത്തെ കൊടുത്ത ലൈനിൻ്റെ 2 സൈഡിലേക്കും 4 ഇഞ്ച് 4 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം മേലേക്ക് ഒരു 2 ഇഞ്ച് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കാൽഭാഗത്തെ ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് ലൈൻ ഇട്ട് കൊടുക്കാം. 2 സൈഡിലും ഇതുപോലെ തന്നെ ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടല്ല ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്താലും മതി. ഞാനിവിടെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സൈഡിലും കട്ട് ചെയ്തെടുക്കണം. ഇവിടെ മടക്ക് വശമാണല്ലോ, ആ മടക്കിലൂടെയാണ് കട്ട് ചെയ്യേണ്ടത്, അതല്ലാതെ ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കരുത്. ഈ ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് ആ ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ആ ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്താലും മതി. ഇപ്പോൾ കട്ടിങ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ 4 പീസാണ്. 2 പീസ് ഫ്രണ്ട് പീസ്, 2 ബാക്ക് പീസ്, അങ്ങനെയാണ് കിട്ടുക. ഇനി ആദ്യത്തെ 2 പീസ് നമുക്ക് എടുക്കാം. അതിൻ്റെ 2ഉം നല്ല ഭാഗങ്ങൾ തന്നെയാണ് ഉൾഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് മേലേന്ന് തുടങ്ങി ക്രോച്ച് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന 2 പീസും ഇതുപോലെ തന്നെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് മേലേന്ന് തുടങ്ങി ക്രോച്ച് വരെ നമുക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉൾഭാഗത്ത് നമ്മുടെ തയ്യൽ തുമ്പിനെ ഒരു സൈഡിലേക്ക് ആക്കി വയ്ക്കുക. അതിനുശേഷം നല്ല ഭാഗത്ത് കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 2 പീസിലും നമ്മൾ ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പോക്കറ്റ് സ്റ്റിച്ചിങ് ആണ്. പോക്കറ്റ് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാം. പോക്കറ്റ് എടുത്തിരിക്കുന്നത് 10 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയുമാണ് ഞാൻ ആദ്യം എടുത്തത്. എന്നാൽ 10 ഇഞ്ച് നമുക്ക് മതിയാവില്ല, ഒരു 2 ഇഞ്ചും കൂടി കൂടുതലായിട്ട് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ 12 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയും ഉള്ളൊരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ഇതുപോലെ 2ആക്കി മടക്കി വയ്ക്കുക, അതായത് വീതിക്ക് മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്ത് ചെറിയൊരു ഷേപ്പ് കൊടുക്കണം. അങ്ങനെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നീളം നമ്മൾ 2 ഇഞ്ചും കൂടിയും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റിനുള്ള മാർക്കിംഗ് നോക്കാം. ഞാനിവിടെ ഒരു സൈഡിലാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 2 സൈഡിലും കൊടുക്കാം. എന്നാലും ഇതേ മെത്തേഡ് തന്നെയാണ് 2 സൈഡിലും ഫോളോ ചെയ്യേണ്ടത്. ആദ്യം തന്നെ മേൽഭാഗത്ത് നിന്ന് നമുക്ക് ആദ്യം 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് വെക്കാനായിട്ട്. അതിന് താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 ഇഞ്ചിലാണ് നമ്മൾ മാർക്കിങ്. ഇനി അവിടെ നിന്നും താഴേക്ക് പോക്കറ്റിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കൈവച്ച് നോക്കാം. എന്നിട്ട് ഞാനൊരു 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 5, 5.5, 6 ഇഞ്ചൊക്കെ കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒന്നിച്ച് 4 ഇഞ്ച് മാർക്ക് ചെയ്യരുത്. ആദ്യം 2, പിന്നെ 1, പിന്നെ 1, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് വീതി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടി ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് വരുന്നത് 3 ഇഞ്ചിലാണ്. ആ 3 ഇഞ്ചിലാണ് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്.
അങ്ങനെ വരുമ്പോൾ പോക്കറ്റിൻ്റെ മേൽഭാഗം ക്ലോസായി പൊക്കോളും. ഇനി പോക്കറ്റിൻ്റെ പീസിലും നമ്മൾ പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് മാർക്ക് ചെയ്ത് കൊടുക്കണം. മേൽഭാഗത്ത് 1 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഓപ്പണിംഗ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നാണ് പോക്കറ്റ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി 4ാമത്തെ ഇഞ്ചിലാണ് പോക്കറ്റ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത്. ഇനി പാൻറ്റിൻ്റെ നല്ല ഭാഗവും പോക്കറ്റിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിൽ തൊടാതെ കൊള്ളാതെ വേണം ഔട്ട് സൈഡിൽ നമുക്കൊരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു കട്ടിങ് കൊടുക്കാം. മേൽഭാഗത്തും അതുപോലെ തന്നെ താഴ്ഭാഗത്തും കട്ടിങ് കൊടുക്കണം. അതിനുശേഷം പോക്കറ്റ് പീസിനെ ഇതുപോലെ നിവർത്തിയിടാം. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളെ പാൻ പീസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതേ ഷേപ്പിൽ തന്നെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കാം. ശേഷം നമുക്ക് പോക്കറ്റിനെ ഇതുപോലെ ഔട്ട് സൈഡ് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. ഇനി പോക്കറ്റിൻ്റെ താഴ്ഭാഗം നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. പോക്കറ്റ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് 2ഓ 3ഓ സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റ് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് പോക്കറ്റിനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇവിടെ കൊടുക്കാനുണ്ട്. അതായത് പോക്കറ്റും പാൻ പീസും കൂടി മേൽഭാഗത്ത് ജോയിൻ ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മേലെ നിന്ന് 1 ഇഞ്ച്, ഇവിടെ നിന്നും 1 ഇഞ്ച് മേലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ നിന്ന് തുടങ്ങി താഴെ പോക്കറ്റിൻ്റെ അവിടം വരെ താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് ക്ലോസ് ആയി പോകരുത്. നമുക്കിതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ പോക്കറ്റ് ക്ലോസ് ആവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് മേൽഭാഗം തുടങ്ങി താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ കൊടുത്ത സ്റ്റിച്ച്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, കാരണം നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് ക്ലോസ് ആവാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ തൊട്ട് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അതല്ലെങ്കിൽ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേലേന്ന് തുടങ്ങി താഴ്ഭാഗം വരെ, അതായത് കാൽഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും മേൽഭാഗം തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇലാസ്റ്റിക് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പോക്കറ്റിൻ്റെ മുകളിലെ ഭാഗം ക്ലോസ് ആയി പോകും. ആദ്യം നമുക്ക് 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൽ 2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിടണം, നമുക്ക് ഇലാസ്റ്റിക്കിനെ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇലാസ്റ്റിക് എടുക്കേണ്ടത് നമ്മൾ അരവണ്ണം എടുത്തിരിക്കുന്നത് 42 ഇഞ്ചാണ്. അതിൽ നിന്ന് 5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ 37. ഇനി കൂടുതൽ ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 36, 35 ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിനെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. ഇനി ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 5-6 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഓപ്പണിംഗ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് ഈ ചുരുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരുന്ന രീതിയിൽ വലിച്ച് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചുരുക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇലാസ്റ്റിക് ഇതുപോലെ 2 സൈഡിലേക്കും വലിച്ചു പിടിച്ചിട്ട് സെൻറ്ററിലൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്റ്റിച്ചിങ് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ആദ്യം 1 ഇഞ്ചിലും പിന്നീട് 1 ഇഞ്ചിലും മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് മേലേക്ക് നമ്മളെ ക്രോച്ച് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. 1/2 ഇഞ്ചിൽ 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. അതിനുശേഷം മറ്റേ കാലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴ്ഭാഗത്തെ 2 ഭാഗങ്ങൾ ഒപ്പം വെച്ചിട്ട് അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ക്രോച്ച് വരെ നമുക്ക് 1/2 ഇഞ്ചിൽ 2 സ്റ്റിച്ച് വീതം കൊടുത്തെടുക്കാം. ഇപ്പോൾ ഇത് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും നമ്മൾ 2 സ്റ്റിച്ച് വീതം കൊടുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്ട്രൈറ്റ് പാൻറ്റ് കിട്ടിയിട്ടുണ്ട്. കൂടെ നമ്മൾ പോക്കറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.